ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5.5 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പുതിയ ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് താനൂർ നിയോജക മണ്ഡലത്തിലെ ദേവദാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ദേവദാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും താനൂർ നിയോജക മണ്ഡലം MLA ഇപ്പോഴേ മന്ത്രിയുമായിരിക്കുന്ന വി അബ്ദുറഹ്മാൻ അവറുകളാണ്. 32 കോടി രൂപ മതിപ്പ് ചെലവിൽ ആണ് ഈ സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒന്നാം ഘട്ടമായ ഹയർ സെക്കൻഡറിയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ രണ്ടാം ഘട്ടമായ ഹൈസ്കൂളിൻ്റെ പുതിയ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനമാണ് ഈ ജനുവരി 30 വ്യാഴാഴ്ച 4 മണിക്ക് നടക്കുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മളുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയ വി ശിവൻകുട്ടി അവറുകളാണ്. അതോടൊപ്പം തന്നെ ഇതിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മളുടെ മന്ത്രിയായ വി അബ്ദുറഹ്മാൻ അവറുകളാണ്. ഈ പ്രോഗ്രാമിലേക്ക്, ഈ സാംസ്കാരിക പരിപാടിയിലേക്ക് ഏവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മൊത്തം 32 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഹൈടെക് പദ്ധതിയുടെ ഭാഗമായി ദേവദാർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടപ്പാക്കുന്നത്. ഇതിൽ 13 കോടി രൂപ ചിലവഴിച്ച് ആദ്യഘട്ടത്തിൽ ഹയർ സെക്കൻഡറി ബ്ലോക്ക് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. വൈകുന്നേരം 4 മണിക്ക് സ്കൂളിൽ വെച്ച് നടക്കുന്ന പുതിയ കെട്ടിട ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കും. കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനാകും. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പങ്കെടുക്കും. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഓഫീസ്, സ്റ്റാഫ്, കമ്പ്യൂട്ടർ ലാബ്, പ്രധാനാധ്യാപകൻ എന്നീ റൂമുകൾക്ക് പുറമെ 18 ക്ലാസ് റൂമുകളും പുതിയ കെട്ടിടത്തിലുണ്ടാകും. ഉദ്ഘാടന വേദിയിൽ വെച്ച് സർവീസിൽ നിന്നും വിരമിക്കുന്ന മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AP രമേഷ് കുമാറിനും തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ MP അനിതക്കും സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കും യാത്രയയപ്പ് നൽകും. അതോടൊപ്പം സംസ്ഥാന മേളകളിൽ വിജയികളായ കുട്ടികളെ ആദരിക്കും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി വൈകിട്ട് 3:30 പുത്തൻതെരു അങ്ങാടിയിൽ നിന്നും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി സാംസ്കാരിക ഘോഷയാത്രയും സംഘടിപ്പിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വേദിയിൽ വെച്ച് രക്ഷിതാക്കൾക്കായി ബെറ്റർ പാരന്റിങ്ങിനെ കുറിച്ച് ക്ലാസ് നടത്തും. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും മറിമായം ഫെയിം, അനിൽ ബേബി ആൻഡ് ടീം അവതരിപ്പിക്കുന്ന കോമഡി മെഗാ ഷോയും അവതരിപ്പിക്കും. ന്യൂസ് ഡെസ്ക് 20 TV.